ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ മോർണിംഗ് ടൈമിലാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി നമ്മുടെ ഗട്ട് റീസെറ്റ് പ്ലസ് വെയിറ്റ് ലോസ് ചാലഞ്ച് ഫിനിഷ് ചെയ്യാനായിട്ട് പോവാണ്. ഇനി ഒരുപാട് പേരുടെ മനസ്സിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് നെക്സ്റ്റ്, ഇനി എന്ത് ചെയ്യണം, ഈ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവരുണ്ടാവും. അതിലൊക്കെ മുന്നേ ഞാൻ നിങ്ങളെ എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യാണ്, പ്രത്യേകിച്ച് ഈ ഒരു ചാലഞ്ച് സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്ത ആളുകളെ. കാരണം ഈ ഒരു 2025 നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ചാലഞ്ച് ആയിരുന്നു ഇത്. അതൊരു ഷോർട്ട് ചാലഞ്ച് ആയിക്കോട്ടെ, എന്നിരുന്നാലും നിങ്ങളുടെ ഫിറ്റ്നസ് ജേണിക്ക് വേണ്ടി നിങ്ങൾ എടുത്തു വെച്ച ആദ്യത്തെ സ്റ്റെപ്പാണത് ഇത് കണക്കാക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ചസ് ഉണ്ടായോ അതൊന്നുമല്ല, നിങ്ങൾ അതിനു വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്തു, അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനിയും നമുക്ക് ഒരുപാട് ദിവസങ്ങളിൽ നമ്മളെ മുന്നിലുണ്ട്. ഓരോ ദിവസവും നമുക്കുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നോക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് എന്താണ് ചേഞ്ചസ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ എന്നുള്ളതല്ല, വെയിറ്റ് ലോസ് ഉണ്ടായോ എന്നുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് റിസൾട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ചേഞ്ചസും ഒക്കെ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ ഒരു വെയിറ്റ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് നമുക്കിപ്പോൾ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, ആ റിസൾട്ട് പ്രകാരം നമ്മൾ എങ്ങനെ ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിലൂടെ തന്നെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകാമെന്നൊക്കെയാണ്. അതിപ്പോൾ ഏതൊരു വെയിറ്റ് ലോസ് ചാലഞ്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും എല്ലാവരുടെ മനസ്സിലുള്ളൊരു ഡൗട്ടായിരിക്കും. ചിലർ 5 കിലോ 4 കിലോ ഒക്കെ കുറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ആ ഒരു വെയിറ്റ് പെട്ടെന്ന് തന്നെ റീഗെയിൻ ചെയ്യുന്നതായിട്ടും കാണാറുണ്ടല്ലേ. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ആ ഒരു കുറഞ്ഞ വെയിറ്റ് പെർമനന്റ് ആക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിയുന്നതും ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനിത് ചെയ്യാനായിട്ട് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം പലരും ചെയ്യുന്ന ഒരു പൊട്ടത്തരമാണ് ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം, നമ്മളൊരു 1000 കലോറി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡയറ്റാണ് ചെയ്തത്. അതുപോലെ ഡീറ്റോക്സ് ഡയറ്റും ഒക്കെ ചെയ്യാറുണ്ട്. അതിലൊക്കെ ചിലപ്പം 5 kg 4 kg ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറേ പേര് ചെയ്യുന്ന കാര്യം ഇനിയും ഇതിലും സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് ഫൂളിഷ്നെസ് ആണ്. നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഭക്ഷണം കുറച്ചിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക, വെയിറ്റ് ലോസ് ചെയ്യുക. പക്ഷെ അങ്ങനെയല്ലല്ലോ നമുക്ക് വേണ്ടത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹെൽത്തും ഒക്കെ ഡാമേജ് ആവും. അപ്പോൾ അതിന് പകരം നമ്മൾ ബാലൻസ്ഡ് ഈറ്റിങ്ങിലേക്കാണ് നമ്മൾ പയ്യെ വരേണ്ടത്. അപ്പോൾ ഒരു എക്സ്ട്രീം ഡയറ്റിലോട്ട് പോകുന്നതിന് പകരം നമ്മൾ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ കുറേ പ്രിൻസിപ്പിൾസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നല്ലപോലെ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സ് വെജീസ് ഒക്കെ കഴിക്കുക, ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അങ്ങനെയുള്ള രീതി തന്നെ നിങ്ങൾ പിന്തുടരുക. അതല്ലാതെ നമ്മൾ എന്താ പറയുക, മീൽസ് ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള, സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റിലോട്ട് നിങ്ങൾ പോകാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വെയിറ്റ് ലോസ് ഉണ്ടാവും, പക്ഷെ അത് നമുക്ക് പെർമനന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എഗെയിൻ നമ്മളൊരു പെട്ടെന്നൊരു എന്താ പറയുക, ഒരു പാറ്റേൺ ചേഞ്ച് നമ്മളുടെ ഇതിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഡയറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് നമുക്ക് വെയിറ്റ് റീഗെയിൻ ആവും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രീം ഡയറ്റിലോട്ട് നമ്മൾ, അതായത് ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ ഒരു ലോ കലോറി ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മൾ മീൽസ് ഒക്കെ കഴിക്കാനായിട്ട് നമുക്ക് റെഗുലർ ടൈം ഉണ്ട്. അതായത് ലഞ്ച് എടുക്കാനായിട്ടൊരു ടൈം, ബ്രേക്ക്ഫാസ്റ്റിനൊരു ടൈം, ഡിന്നറിനൊരു ടൈം. അപ്പോൾ അങ്ങനെ ഒരു ടൈം നിങ്ങൾ ഫിക്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. ആ ഒരു ടൈം നിങ്ങൾ കഴിയുന്നതും ഒരു 10 minutes 5 minutes ഒക്കെ ലേറ്റ് ആയി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ കഴിയുന്നതും ആ ഒരു ടൈമിങ്ങിൽ തന്നെ നിങ്ങളുടെ മീൽസ് പ്രോപ്പറായിട്ട് നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരാനായിട്ട് നോക്കുക നമ്മുടെ ഡയറ്റിൽ. പിന്നെ നമ്മൾ എപ്പോഴും കഴിക്കുന്ന പ്ലേറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. ആ ബാലൻസ് ചെയ്യുന്ന പ്ലേറ്റിനകത്ത് എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടായിരിക്കണം. പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, ഗുഡ് ഫാറ്റ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബാലൻസ്ഡ് പ്ലേറ്റ് ആയിരിക്കണം നമ്മൾ കഴിക്കുന്നത്. അത് പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാനും കൂടെ നിങ്ങൾ നോക്കുക. പെട്ടെന്ന് തന്നെ നമ്മളിപ്പോൾ ഒരു റെഗുലർ ഡയറ്റിലോട്ട്, അല്ലെങ്കിൽ ഒരുപാട് ചോറ് എടുത്ത് കഴിക്കുന്ന ഒരു ഡയറ്റ്, നമ്മളിപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്ത് വരുന്നത്. കുറേ ചോറും കുറച്ച് കറിയും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഡയറ്റിലോട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഈ കുറഞ്ഞ വെയിറ്റ് മുഴുവൻ നിങ്ങൾക്ക് റീഗെയിൻ ആവും. അപ്പോൾ വീണ്ടും ഒരു ബാലൻസ്ഡ് പോർഷൻ കൺട്രോൾഡ് മാനറിലോട്ട് തന്നെ നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വാട്ടർ ഇൻടേക്കും. നമ്മൾ ഈ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ചാലഞ്ച് ഫോളോ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല നമ്മൾ 3 ലിറ്റർ വാട്ടർ കുടിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമ്മൾ അതേ റുട്ടീൻ തന്നെ ഫോളോ ചെയ്യണം. നമുക്ക് കുറച്ച് മാറ്റങ്ങൾ, അതായത് ഇപ്പം നമ്മൾ ഈ ഒരു ഡയറ്റിനകത്ത് ഒരു 1000 കലോറി ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്തത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ പോർഷൻ ഉയർത്തി കഴിക്കുക എന്നുള്ളതല്ലാതെ ബാക്കി എല്ലാ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെയാണ്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അത് തന്നെയാണ്. നമ്മൾ നന്നായിട്ട് വെള്ളം എടുക്കുക, മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മൾ ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു കലോറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു 5000 സ്റ്റെപ്സ് വാക്കിംഗ് ആയിരുന്നു നിങ്ങളുടെ സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഇനി നിങ്ങൾക്ക് ആ ഒരു എക്സസൈസ് മാറ്റാം. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെങ്ത് ബേസ്ഡ് ആയിട്ടുള്ള വർക്കൗട്ടുകളും കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള വർക്കൗട്ടുകളും നിങ്ങളുടെ റുട്ടീനിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ആക്ടിവിറ്റീസും ഇനിയും മസ്റ്റാണ്. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ആക്ടിവിറ്റീസ് സ്റ്റോപ്പ് ചെയ്യുക, നിങ്ങളുടെ ഡയറ്റിന്റെ പാറ്റേൺ മാറ്റുക, അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ചെറിയ ചെറിയ ചേഞ്ചസോടെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു ഡീറ്റോക്സ് ഡയറ്റ് പോലെയല്ല നമ്മളിത് ചെയ്തത്. നമ്മൾ എല്ലാ ആഹാരങ്ങളും ഇതിനകത്ത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ കാർബ് അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊന്നും നമ്മൾ
ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം ഡയറ്റ് പാറ്റേൺ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. കുറച്ച് പോർഷൻ, അതായത് നിങ്ങൾക്ക് നന്നായിട്ട് വിശപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ കുറച്ച് പോർഷൻ നിങ്ങൾക്ക് ഉയർത്തി കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ആ ഗട്ട് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഇനിയും നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. കഞ്ഞി അല്ലെങ്കിൽ ബനാന, ഒനിയൻ, അങ്ങനത്തെ ഫുഡ് ഓപ്ഷൻസും വെജിറ്റബിൾസും ഒക്കെ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, ഫൈബർ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഇനിയും ആഡ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഉള്ളത് നമ്മുടെ സ്ട്രെസ്സും സ്ലീപ്പും നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫുഡ് മാനേജ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്ന് മാത്രമല്ല, നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ സ്ലീപ്പ് പാറ്റേണും ഒക്കെ അതിനകത്ത് ഒരു എഫക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും പ്രോപ്പർ അല്ല. അതൊക്കെ വളരെ പുവർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് റൂട്ടീനാണ് നിങ്ങൾക്ക് ഉള്ളത്, വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയും അതിനനുസരിച്ച് സ്ലോ ആയിട്ട് പോവുകയാണ് ചെയ്യുക. ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും പെർട്ടിക്കുലർ ചാലഞ്ചസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നല്ലാതെ ശരിക്കും ഒരു ഫിറ്റ്നസ് റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറാക്കി കൊണ്ടുവരണം. നിങ്ങൾക്ക് നല്ലൊരു സ്ലീപ്പ് റുട്ടീൻ കിട്ടണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് പറ്റണം. പ്രോപ്പറായിട്ട് നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം. കുറച്ചും കൂടെ നമ്മൾ എന്താ പറയുക, ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് നോക്കണം. പിന്നെ ഈ ഒരു കാര്യം ആലോചിച്ച്, അതായത് വെയിറ്റ് ലോസ് എന്നുള്ള ആ ഒരു ഗോൾ ആലോചിച്ച് ഒരിക്കലും നമ്മൾ സ്ട്രെസ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് ലോസ് ആവുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് നമുക്ക് ഒരിക്കലും വിഷമം അല്ലെങ്കിൽ സ്ട്രെസ് ഒന്നും വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രെസ്സും നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഉള്ളത് നമ്മളിങ്ങനെ വെയിറ്റ് ലോസ് ചാലഞ്ചസ് ഒക്കെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഭയങ്കര നമ്മൾ അക്കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ പ്ലേറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഡയറ്റിൽ എന്താണോ തന്നിരിക്കുന്നത് അതുപടി തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. വർക്ക്ഔട്ട് 5000 സ്റ്റെപ്സ് ആണ് തന്നിരിക്കുന്നത്, അത് ഞാൻ ഫോളോ ചെയ്യണം. പക്ഷെ ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്ത് നമ്മളൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്തും നമ്മൾ ഇതേ കാര്യങ്ങൾ തന്നെ ഫോളോ ചെയ്യണം. അപ്പോഴും നമ്മളോട് തന്നെ അക്കൗണ്ടബിൾ ആയിരിക്കണം. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മീൽസൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യണം. എന്തൊക്കെയാണ് കഴിക്കുന്നത്, ഇത് ഒരു ഹെൽത്തി മീൽ റുട്ടീനിലോട്ട് വരുന്നതാണോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ആഹാരം കഴിക്കാൻ. ഒരു ചാലഞ്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പഴയ ഒരു ബാഡ് ഹാബിറ്റിലോട്ട് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് വെയിറ്റ് മുഴുവൻ റീഗെയിൻ ആവും. അപ്പോൾ അപ്പോഴും ഒരു ട്രാക്കിലോട്ട് വരാനായിട്ട് നിങ്ങൾ നോക്കുക, അതായത് നെക്സ്റ്റ് ചാലഞ്ച് തുടങ്ങുന്നവരെ. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫിറ്റ്നസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതൊരു ചാലഞ്ചിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എപ്പോഴും നമ്മുടെ ചാനലിൽ ചാലഞ്ച് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. ഓക്കെ, ഞാൻ ചാലഞ്ചസ് വരുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഫിറ്റ്നസ് ജേർണി മാറാൻ പാടില്ല. ഫിറ്റ്നസ് ജേർണി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും നിങ്ങളൊരു ഹാബിറ്റായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ട കാര്യമല്ലേ. അപ്പോൾ അതൊരിക്കലും ഒരു ചാലഞ്ചിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ചില ക്ലയൻസ് ഒക്കെ വന്നിട്ട് അല്ലെങ്കിൽ ചില സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, ഒരു ചാലഞ്ച് ചെയ്യാമോ, ഇപ്പോൾ ഒന്നും റുട്ടീനിലല്ല ഉള്ളതെന്ന് പറയും. അപ്പോൾ ശരിക്കും ആലോചിച്ചൊക്കെ നമ്മളൊരു ചാലഞ്ചിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്ത് ആ ഒരു മാസത്തെ ചാലഞ്ച് ആണ് അല്ലെങ്കിൽ ഒരു 7 days ചാലഞ്ച് ആണെങ്കിൽ അന്നത്തെ ദിവസം മാത്രം പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെയുള്ളത് ഔട്ട് ഓഫ് ട്രാക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ചില ചാലഞ്ചസിലൊക്കെ നല്ല രീതിയിൽ 7 കിലോ ഒക്കെ കുറയ്ക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്, അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ വെയിറ്റ് റീഗെയിൻ ആയി എന്ന് പറഞ്ഞിട്ട് അവർ വരാറുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും ഡിസിപ്ലിൻ അല്ലാത്തൊരു ലൈഫാണ് അത് നമുക്ക് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ചാലഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ ഫിറ്റ്നസ് ജേർണി ഫോളോ ചെയ്യൂ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് നമ്മൾ ആരും തന്നെ എത്താനായിട്ട് പാടില്ല. ഫിറ്റ്നസ് ജേർണി നമ്മളെ ഒരു ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റണം. ചാലഞ്ച് ഉണ്ടോ ഇല്ലയോ അതൊന്നുമല്ല, നമ്മളെപ്പോഴും നമ്മളോട് ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ കറക്റ്റായിട്ട് ഡയറ്റ് ചെയ്യുന്ന അതൊരു ചാലഞ്ചാണ്. നമ്മൾ കറക്റ്റായിട്ട് എല്ലാ ദിവസവും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ചാലഞ്ചാണ്. അപ്പോൾ ആ രീതിയിലൊരു റുട്ടീൻ ആയിരിക്കണം നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കുറഞ്ഞ വെയിറ്റ് പിന്നെ റീഗെയിൻ ആവില്ല. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് 20 kgs 15 kgs 30 kgs ഒക്കെ കുറച്ചിരിക്കുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ചാനലിൽ ചാലഞ്ച് ചെയ്യാറില്ല. എന്നിട്ട് പോലും ഇവരൊക്കെ 30 kg 20 kg ഒക്കെ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. കാരണം ഓരോ ചാലഞ്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം ആ വരുന്ന ബ്രേക്കിൽ അവർ അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം, അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവണം, എഫേർട്ട് എടുത്തിട്ടുണ്ടാവണം. അങ്ങനെയാണ് അവർക്ക് ഈ വെയിറ്റ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ വീണ്ടും വെയിറ്റ് ലോസ് ചെയ്യാനായിട്ടൊക്കെ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു റുട്ടീനാണ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് വരേണ്ടത്. ചാലഞ്ചസ് വരുമ്പോൾ മാത്രം ഫിറ്റ്നസ് ജേർണി എന്നുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ ആരും തന്നെ എത്താനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത്. ഇതൊരു 7 days ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചും കൂടെ ബിഗ്ഗർ ചാലഞ്ച് ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ഈ കുറഞ്ഞ വെയിറ്റ് ഒക്കെ തന്നെ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുക. അത് നിങ്ങളോട് തന്നെ നിങ്ങൾക്കുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ബി അക്കൗണ്ടബിൾ ടു യുവർ സെൽഫ്. അതില്ലാതെ നമുക്കൊന്നും തന്നെ മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ റിസൾട്ട് എന്താണ്, നിങ്ങളുടെ ചേഞ്ചസ് എന്താണ്, അതൊക്കെ നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കാനായിട്ടും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇനി എത്തരത്തിലുള്ള ചാലഞ്ചസ് ആണ് നമ്മുടെ ചാനലിൽ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യവും താഴെ കമന്റ് സെക്ഷനിൽ കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കൂ. ബൈ.